ഇത് അടിപൊളി പിക്നിക് സ്പോട്ട് ആണല്ലോ കൂട്ടുകാരെ. ട്രക്കിങ്ങിന് വേണ്ടിട്ട് കുറച്ച് സാധനങ്ങൾ ഞാൻ കൊണ്ടുവന്നത്. പക്ഷെ ബാഗ് എങ്ങനെയാണ് ഇത്രയും ഭാരമേറിയത് മാറിയത്? ഇതിനേക്കാൾ നല്ലത് ഞാൻ മണ്ണായിരുന്ന മതിയായിരുന്നു. അതാവുമ്പോ പരിക്കൊന്നും പറ്റില്ലായിരുന്നല്ലോ എന്റെ അമ്മച്ചി. ഈ ലോകത്ത് മാറാത്ത രണ്ട് കാര്യം മാത്രമേ ഉള്ളൂ. ഒന്ന് സമുദ്രം, മറ്റൊന്ന് ഹണിയുടെ ആലസ്യം. രണ്ടിനും ഒരു മാറ്റവും ഇല്ല. കൂട്ടുകാരെ, നമുക്ക് ടെന്റ് ഉണ്ടാക്കാൻ തുടങ്ങാം. അയ്യോ, അല്ല, 3 പൈപ്പ് എക്സ്ട്രാ ഉണ്ടല്ലോ. അത് മുഴകളാ. കൂട്ടുകാരൻ, അല്ല, നിങ്ങൾ ഈ ചെറിയ ടെന്റിയെ കണ്ടാണോ പേടിച്ചത്? എടാ, നീയും പേടിച്ചോടിയതല്ലേ? അത് ഞാൻ സന്തോഷം കാണിക്കുന്ന സ്റ്റൈലാണ്. എപ്പോഴൊക്കെ എനിക്ക് സന്തോഷം വരുന്നോ അപ്പോഴൊക്കെ ഞാൻ ഇങ്ങനെ വീഴാറുണ്ട്. ഇതാരാ കിറ്റി? ഇവൻ എന്റെ ടെഡിയാണ്. അതുകൊണ്ടാണ് ക്യാമ്പിലേക്ക് ഞാൻ ഇവനെയും കൂട്ടിക്കൊണ്ടു വന്നത്. അത് നന്നായിട്ടുണ്ട് കിറ്റി. വൗ, ക്യൂട്ടായിട്ടുണ്ട്. ഇങ്ങനെ സംസാരിച്ചോണ്ടിരുന്ന വയറ് നിറയില്ല. വാ, നമുക്ക് ആഹാരം കഴിക്കാം. എന്റെ വിശപ്പ് എന്താണെന്ന് വെച്ചാ, ഒരു വശത്ത് വേൾഡ് ടൂറും മറുവശത്ത് ആഹാരം കഴിക്കാൻ എന്തെങ്കിലും കിട്ടിയാൽ ഞാൻ തീർച്ചയായും ആഹാരം മാത്രമേ തിരഞ്ഞെടുക്കുള്ളൂ. സംശയമുണ്ടോ? ഊഞ്ഞാലിൽ നിന്നും താഴേക്ക് വീഴും മോനെ. ഇനി നീ അടിക്കോ. മോനെ, ടി വി കണ്ട കണ്ണിലെ കാഴ്ച പോകാൻ സാധ്യതയുണ്ട്. ഒരു മിനിറ്റ്. ഇനി കണ്ടോ? പക്ഷെ ചക്കര, ഇവിടെ നടക്കുന്നത് കബഡി മാച്ച് ആണല്ലോ. ജീവിക്കുകയാണെങ്കിൽ അതുപോലെ ജീവിക്കണം. എന്നാലൊരു പണി അങ്ങ് ഒപ്പിച്ചേക്കാം. എന്റെ മോൻ എത്ര അനുസരണയോടെയാണ് ഇരിക്കുന്നത്. എന്റെ പേസ്റ്റ് എന്താ നീ കഴിച്ചത്? ഇപ്പൊ നിന്റെ പേസ്റ്റ് ഞാൻ കഴിക്കും. ഇതാ. നിങ്ങൾ എന്താ കാണിച്ചത്? സോറി കിറ്റി. ഇവന്മാരൊക്കെ കഴുതകളാ കിറ്റി. നിന്റെ മുഖം ഞാൻ വൃത്തിയാക്കി തരാം. നീ കിറ്റിയെ ഹെൽപ്പ് ചെയ്തോ കൊച്ചളിയാ. പക്ഷെ ഒരു കാര്യമുണ്ട്, കഴുത ഈ ഞാനാണ്. കഴിച്ചോളൂ.
ഇത് ഡ്യൂപ്ലിക്കേറ്റ് ആണല്ലോ. എടാ ബണ്ടി, ചുട്ടി, ചണ്ടി, മങ്കി എല്ലാവരും വേഗം വാ. എന്ത് പറ്റി അമ്മാവാ? എന്തു പറ്റി അളിയാ? എന്ത് പറ്റി ചിറ്റപ്പാ? എന്തു പറ്റി മുത്തശ്ശ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്റെ മോനെ കാണാതായിരിക്കാണ്. അവനെ എത്രയും വേഗം കണ്ടെത്തണം. കാണാതെ പോയല്ലോ? അതെങ്ങനെയാണ് സംഭവിക്കുക? ആ ഇവിടെ ഇത്രയ്ക്കും വെള്ളം ഉണ്ടല്ലോ. ഇവിടെ ഇത്രയും വെള്ളം ഉണ്ടായിട്ടും ജനങ്ങൾ എന്തിനാണ് സേവ് ദ വാട്ടർ എന്ന് പറയുന്നത്? കഴുതേ, ഇത് വൃത്തിയുള്ള വെള്ളം അല്ല. എന്നാ പിന്നെ കുറച്ച് സോപ്പ് പൊടിയൊക്കെ ഇട്ട് ഇതിനങ്ങ് വൃത്തിയാക്കി എടുത്താ പോരെ? ഓഹോ, സോപ്പ് പൊടി ഇട്ട പിന്നെയും കൂടുതൽ വൃത്തികേടാകില്ലേ? പിന്നെ എന്തിനാ സോപ്പ് പൊടി ഇട്ട് നമ്മൾ തുണിയൊക്കെ വൃത്തിയാക്കി എടുക്കുന്നേ? ഓ ഇവനെങ്ങനെ ഒരു ഗുരു ഉണ്ടായിരുന്നെങ്കിൽ ഗുരുദക്ഷിണയായിട്ട് ഇവൻ ചക്കക്കുരു കൊണ്ട് കൊടുത്തേനെ. സംശയമുണ്ടോ? എങ്ങോട്ട് പോയിട്ടുണ്ടാകും? അവന് പ്രശ്നമൊന്നും ഉണ്ടാവില്ലല്ലോ അല്ലേ? ഇവരെന്നെ കണ്ടുപിടിക്കുകയാണെങ്കിൽ തീർച്ചയായും എന്റെ അച്ഛൻ്റെ അടുത്ത് കൊണ്ട് എത്തിക്കും. എല്ലാരും ലെഫ്റ്റിലേക്ക് തിരിഞ്ഞോ? അയ്യോ, രക്ഷിതാവേ. ആ എനിക്ക് തോന്നുന്നത് നമുക്ക് വഴി തെറ്റിപ്പോയെന്നാ. വേഗം വാ, നമുക്ക് യഥാർത്ഥ വഴി കണ്ടുപിടിക്കണം. അതാ പോകുന്നു എന്റെ മകൻ. അവനെ പിടിക്ക്. കരടി പതുക്കെ പതുക്കെ വലുതായിക്കൊണ്ടിരിക്കുകയാണ്. എടാ, അവരടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത്രയും പേരെടുത്ത് എനിക്ക് പ്രശ്നം ഉണ്ടാക്കാൻ കഴിയില്ല. അവനെ മര്യാദക്ക് എനിക്ക് തിരിച്ചെത്താ. നാണോ ഇല്ലേ? ഇത്രയും വലിയ കരടിയായിട്ട് റേഡിയോ വെച്ച് കളിക്കുന്നോ? എന്നെ വിട്ടേക്ക്. ഞാൻ നിനക്ക് ഹണി തരാം. ഹണി എന്ന് വെച്ചാ തേൻ. വന്നോ ഹണി. ഞാനാണ് ഹണി. അവൻ പറഞ്ഞത് സത്യമാണ്, നുണയൊന്നും അല്ല. എന്റെ കൂട്ടുകാരനെ ഭയങ്കര ബുദ്ധിമാനാണ്. കണ്ടില്ലേ, ചിറകുള്ളത് കൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട്. വാ, ഈ ശബ്ദം എവിടെയാണെന്ന് പുറത്തു പോയി നോക്കാം. എന്റെ ബായ്, 5 മിനിറ്റായിട്ട് ഞാൻ ബെല്ലടിക്കാൻ തയ്യാറെടുത്തോണ്ടിരിക്കുകയായിരുന്നു. പിന്നെന്താ ബെല്ലടിക്കാണ്ടിരുന്നത്? ഞാൻ എന്റെ കൈ പൊക്കുമ്പോഴൊക്കെ എനിക്ക് വല്ലാത്ത വേദന അനുഭവപ്പെടുക. അടിക്കൈ, ചിക്കൻ നന്നായിട്ട് വേവുന്നുണ്ട്. ഏതോ ഒരു നേതാവിന്റെ റാലി ഇതാ ഇതുവഴി പോകുന്നുണ്ട്. അടികൈ. കർത്താ, എല്ലാവരുടെ സുഹൃത്ത, റാലി ഒന്നുമില്ല. പിന്നെ എന്താ ഇത്? ഏയ്, ഇതിനു മുമ്പ് നിങ്ങൾ ആരോടെങ്കിലും കള്ളം പറഞ്ഞിട്ടുണ്ടോ? ഈ ഞാനും പറഞ്ഞിട്ടുണ്ട്. എപ്പോഴെങ്കിലും നിങ്ങളുടെ കാല് ബാത്റൂമിൽ വഴുതിയിട്ടുണ്ടോ? ഈ എന്റെയും കാല് വഴുതിയിട്ടുണ്ട്. നിങ്ങൾ എപ്പോഴെങ്കിലും രാത്രി പാർട്ടി നടത്തിയിട്ടുണ്ടോ?
എന്നാ പിന്നെ ഞാനത് നിന്റെ അച്ഛനോട് പറയട്ടെ. അയ്യോ വേണ്ട വേണ്ട, അച്ഛനോട് പറയല്ലേ. ചേട്ടാ ചേട്ടാ, അയ്യോ ഞാൻ ചേട്ടാന്ന് വിളിച്ചതാ. ചേട്ടാ ചേട്ടാ, ഇടയ്ക്ക് സംസാരിക്കരുത്. എന്താ ഞാൻ പറഞ്ഞേ? ഇടയ്ക്ക് സംസാരിക്കരുത്. പിന്നെയും പറഞ്ഞല്ലേ? നിന്നോടല്ലേ പറഞ്ഞത് ഇടയ്ക്ക് കയറി സംസാരിക്കരുതെന്ന്? ഞങ്ങളുടെ ബാൻഡ് ഗ്രൂപ്പാണ് ആടുമാടുകൾ ആൻഡ് സൺസ്. അടുത്ത ഒരാഴ്ചത്തേക്ക് ഈ നഗരം മുഴുവൻ ഞങ്ങളുടെ കോൺസേർട്സ് ആയിരിക്കും. നിങ്ങളെ എല്ലാവരെയും ഞങ്ങൾ അവിടേക്ക് ഇൻവൈറ്റ് ചെയ്യുകയാണ്. ദയവായി നിങ്ങളുടെ അഡ്രസ് ഈ ഫോമിൽ ഫിൽ ചെയ്തേക്കൂ. എന്താണ് ചെയ്യേണ്ടത്? നിങ്ങളുടെ അഡ്രസ്. ഇടയ്ക്ക് കയറി സംസാരിക്കരുത്. നിങ്ങൾ എന്താ ഇൻവിറ്റേഷൻ എടുക്കാത്തത്? ഞങ്ങളുടെ മേഡം വിദേശത്തേക്ക് പോയിരിക്കുക. അതുകൊണ്ട് ഞങ്ങൾ വീട്ടിൽ തന്നെ ഉണ്ടാവണം. അതുകൊണ്ട് ഞങ്ങൾക്ക് വരാൻ പറ്റില്ല. അത് കുഴപ്പമില്ല. ഞങ്ങൾ ഒരാഴ്ചത്തേക്ക് ഇവിടെ കൺസൾട്ട് നടത്തുന്നുണ്ട്. നിങ്ങൾക്ക് സമയമുള്ളപ്പോൾ വന്ന് കാണൂ. എന്നാ പിന്നെ അതൊന്ന് കാണണല്ലോ. ഞാൻ പോകാം. ഐ എം എ പാർട്ടി അനിമൽ. ഞാനും വരാം. ദിവസം മുഴുവൻ ഞാൻ വീട്ടിനകത്ത് തനിച്ചിരിക്കുകയാണ്. ആരും എന്നോട് സുഖമാണെന്നൊരു വാക്ക് പോലും ചോദിച്ചില്ല. ഞാൻ അവന്റെ വീട്ടിലേക്ക് പോയി പറയാം. നോക്ക, എനിക്ക് ഒരു കുഴപ്പമില്ല. ബാക്കിയുള്ളവന്മാരുടെ കണ്ണിക്കൂടി തുണി കെട്ടിയിരുന്നെങ്കിൽ ഇപ്പൊ ഇവിടെ കയറി മോഷ്ടിച്ചിട്ട് വേഗം സ്ഥലം വിടാമായിരുന്നു അല്ലേ? ഇവരെ നിന്റെ കൂട്ടുകാരും വല്ലതും ആണോ ഇത്ര പ്ലാൻ ഇട്ട് മോഷ്ടിക്കാനായിട്ട്? ഇടയ്ക്ക് കയറി സംസാരിക്കരുത്. അല്ല കൂട്ടുകാരെ, ഇത്ര നേരത്തെ കോഴി എന്തിനാ കൂവുന്നേ? ഇത് കോഴിയല്ല, അയൽവക്കത്താരോ കരയുവാണെന്ന് എനിക്ക് തോന്നുന്നേ. എന്തു പറ്റി? ഇന്ന് എന്തിന്റെ പേരിലാ റാലി നടക്കാൻ പോകുന്നേ? കറുത്താ, എല്ലാവരുടെയും സുഹൃത്താ, എന്റെ വീട്ടിൽ നിന്ന് ക്യാരറ്റ് എല്ലാം കളവ് പോയി. എന്റെ ജിമ്മിന്ന് എല്ലാ ടംബിൾസും കളവ് പോയിരിക്കുകയാണ്. ഇപ്പൊ അതില്ലാത്തത് കൊണ്ട് 2 ടയർ വെച്ചാണ് ഞാൻ ഇപ്പോൾ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്റെ മുത്തുമാല ആരോ മോഷ്ടിച്ചോണ്ട് പോയേ. അത് കാലിയല്ലേ, പിന്നെ എന്തിനാ അങ്ങനെ കരയുന്നത്? അതിലിട്ടിരുന്ന ലോക്കറ്റ് സ്വർണത്തിന്റെയാ. എന്റെ പിള്ളേരെ, കറണ്ട് ബിൽ അടയ്ക്കാൻ KC ബിൽ ചെല്ലാം. ഞങ്ങൾ കൺസേർട്ടിന് പോയി. അതിന് പുറകെ ആരോ മോഷ്ടിച്ചതാണ് എല്ലാം. അവിടെ നിൽക്ക്, ഞങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലായി. മര്യാദക്ക് പറയുന്നത് കേൾക്ക്. അതിനിടയ്ക്ക് ട്രാക്ടർ ആരാ ഓൺ ചെയ്തേ? ഞാൻ സംസാരിച്ചതാ, ഞാനാ. ഇടയിൽ കയറി സംസാരിക്കരുത്. ഞങ്ങൾക്കൊരു കാര്യം പറയാറുണ്ട്. എന്താ? ഓടിക്കോ. ഞങ്ങളോടൊപ്പം നിങ്ങൾ സ്റ്റേജിൽ കയറി പാടുന്നോ 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 യോ. ഫൈനലി ഇനി നമുക്ക് തുടങ്ങാം. ഹണി വാ. അയ്യോ, ഇങ്ങനെ എടുക്കല്ലേ, ഞാൻ വേറൊരു പാട്ട് പാടാം. അയ്യോ വേണ്ടേ, അയ്യോ. നീ എന്താ കരുതിയത്? ഞങ്ങളങ്ങ് പറ്റിച്ചിട്ട് പോകാമെന്നോ? നിങ്ങളെ കളത്തരങ്ങളൊക്കെ പുറത്തായി. നിന്റെ കൂട്ടുകാരനുണ്ടല്ലോ, അവൻ ഞങ്ങളുടെ വീട്ടിലിപ്പോൾ കുടുങ്ങി കിടക്കുകയാണ്. ഇവര് ചെയ്ത തെറ്റിന്റെ വലിപ്പം ഇവർക്ക് അറിയില്ലെന്നുണ്ടെങ്കിലും ഇപ്പൊ ഇരിക്കുമ്പോ ഉള്ള വേദന ഉണ്ടല്ലോ, അത് ശരിക്കും അറിയാൻ പറ്റുന്നുണ്ട്. അയ്യോ, എങ്ങനെയാണോ നമ്മുടെ പ്ലാനിനെ കുറിച്ച് അറിഞ്ഞത്? ഓടിക്കോ.
ഞങ്ങളെ എറിയുന്നതിന് മുമ്പ് സ്വന്തം ചെരുപ്പ് വൃത്തിയാക്ക. അല്ല, ഇതെന്ത് ഫോട്ടോയാണ്? ഇതിൽ ഞങ്ങളുടെ തലകളൊന്നും തന്നെ കാണുന്നില്ലല്ലോ. നിങ്ങളുടെ തലയോ? നിങ്ങളുടെ തലയല്ലേ നിങ്ങളുടെ കഴുത്തിന്റെ മുകളിൽ കാണുന്നത്? ഈ മരങ്ങോടനെ ഇങ്ങോട്ട് കൊണ്ടുവരണ്ടായിരുന്നു. വീടിന്റെ കാവൽക്കാരനായിട്ട് അവിടെ തന്നെ അങ്ങ് നിർത്തിയാ മതിയായിരുന്നു. എന്ത് വൃത്തികെട്ട ഫോട്ടോ ഇത്, വേഗം ഡിലീറ്റ് ചെയ്യാൻ നോക്ക്. ഇല്ലില്ല, ഈ ഫോട്ടോ ഡിലീറ്റ് ചെയ്യില്ല. ഈ ഫോട്ടോയിൽ ഞാൻ എന്തുമാത്രം സുന്ദരനാണെന്ന് നോക്കിയേ. ഇവനോട് ഇങ്ങനൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. സോർദാറെ, നമ്മളിവിടെ കിടന്ന് കഷ്ടപ്പെടുക. എന്റെ അമ്മച്ചി, അയ്യോ, എന്റെ അമ്മോ, അവസാനം വെള്ളം കിട്ടിയതുകൊണ്ട് രക്ഷപ്പെട്ടു. ഹണി, ആ ഫോൺ എനിക്ക് തന്നേക്ക് ഹണി. എന്റെ അമ്മച്ചി വീണ്ടും പോപ്പറിന് കൊണ്ടല്ലോ. ഈ ഫോട്ടോ ഞാൻ ഏതായാലും വെറൈറ്റി ആയിട്ട് അപ്ലോഡ് ചെയ്യൂ. തീ തുപ്പുന്ന തത്ത. എടാ ഹണി, നീ എന്തൊക്കെയാ ചെയ്യുന്നേ? ഇന്നത്തെ കോമ്പറ്റീഷൻ വളരെ ടഫാണ്. പിന്നെ കോമ്പറ്റീഷനിൽ ജയിച്ചില്ലെങ്കിൽ ലൈസൻസും കിട്ടില്ല. അതെ, ഈ കോമ്പറ്റീഷനിൽ സണ്ണിയും പങ്കെടുക്കുന്നുണ്ട്. എന്നാ പിന്നെ കോമ്പറ്റീഷന്റെ ഒരു പങ്കെടുത്ത് സണ്ണിക്ക് മുറിച്ച് കൊടുത്താ പോരെ? ഇനി ഇവന്റെ തിരുവാ കൊണ്ട് ഒന്നും മൊഴിയില്ല. വാ, നമുക്ക് വേഗം പോയി ഭക്ഷണം ഉണ്ടാക്കാം. അരിപ്പുട്ടിൽ നല്ല പീരവതറിയാൽ പുട്ടർമീസാണ് നിങ്ങൾ. കഥകൾ പറഞ്ഞ് കുട്ടികളെ ഉറക്കിക്കഴിഞ്ഞ നല്ലൊരു കുട്ടിമാമയാണ് നിങ്ങൾ. ഇറ്റാലിയനും സ്പാനിഷും ഒന്നും തന്നെ ഇവിടെ വേണ്ട. അഥവാ നിങ്ങൾക്ക് ഒരു ഓംലെറ്റ് പോലും അടിക്കാൻ അറിയില്ലെങ്കിൽ കുക്കിങ്ങിലെ ദുരന്തമാണ് നിങ്ങൾ. ഉണ്ടായിരുന്ന എല്ലാ പച്ചക്കറികളും ചീത്തയായല്ലോ. ഇനി പാചകം ചെയ്യാൻ വേറെ പച്ചക്കറികൾ ഒന്നും തന്നെ ഇല്ലല്ലോ. എല്ലാ പച്ചക്കറികളും കൂടി തട്ടിക്കൂട്ടി ഒരു സംഭവം ഉണ്ടാക്കി വെക്കാം. എന്തായാലും ഇതിൽ എണ്ണ ഒഴിക്കാം. ഈ ഓയിലി ഫുഡ് കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഫുഡ് ഇൻസ്പെക്ടർ ഇവർക്ക് ലൈസൻസ് കൊടുക്കില്ല. എന്റെ അമ്മ, എന്തൊരു ഓയിലാ ഇതില്. ഈ സമൂസ എടുത്ത് തലയുടെ മുകളിൽ വെച്ചാലേ തല നന്നായിട്ട് മസാജ് ചെയ്യാനും പറ്റും. അത്രേ ഓയിലുണ്ട് ഇതില്. കുറച്ച് എണ്ണ ഇതിൽ ഒഴിക്കുക. അത് മച്ചാനെ സൂക്ഷിച്ചും കണ്ടൊക്കെ വേണ്ട, അല്ലെങ്കിൽ ഫ്രൈ പാൻ കൊണ്ട് ഞാൻ ചിലപ്പോ ഫ്രൈ ആയിട്ട് പോകും. പറഞ്ഞേക്കാം. സോറി സോറി. ഇത്തിരി പത്തിരി കണ്ടാൽ ഒത്തിരി അവിടെ കുത്തിരി. സമൂസ സീരി മൂസ വരട്ടെ ദാസ. ഒരു സവാള എനിക്ക് തന്നാൽ സവാരി കിരികിരിയാണ് നിങ്ങൾ. അഥവാ സഹായിച്ചില്ലെങ്കിൽ ഡാഡിയെ കിരിച്ചായി പോലെ അതിക്രൂരനാണ് നിങ്ങൾ. ഞാൻ തീർച്ചയായിട്ടും സവാള തരുമായിരുന്നു. പക്ഷെ ഞങ്ങളുടെ കയ്യിൽ ആകെ ഇതൊരെണ്ണം മാത്രമേ ഉള്ളൂ. സോർദാറെ, അയാള് ചോദിച്ചത് ആകെ ഒരു സവാളയാണ്. ഞാൻ വളരെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഡിഷാണ്. സവാള വേണ്ട, വിട പറയുകയാണ്. ഗ്രേവി എങ്ങനെ പറ്റി തുടങ്ങിയാൽ വെള്ളം ഒഴിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. കൊള്ളാലോ, ഭക്ഷണം നല്ല ടേസ്റ്റി ആയിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പക്ഷെ ഇതിൽ ഞാൻ ഒരുപാട് മുളക് ചേർക്കും. ഇത് കഴിച്ചാൽ ഫുഡ് ഇൻസ്പെക്ടർ തീവണ്ടി പോലെ ഓടും. പിന്നെ അയാൾ ഇവർക്ക് ലൈസൻസ് കൊടുക്കില്ല. അടിപൊളി, യുവമാരങ്ങനെ ലൈസൻസ് വാങ്ങണ്ട.
ഈ മുളക് പൊടി ഇട്ട് കഴിഞ്ഞാൽ ഫുഡ് ഇൻസ്പെക്ടറുടെ കാര്യം തീർച്ചയായിട്ടും കട്ടപ്പുകയാകും. കാന്താരി കൂടെ ഇരിക്കട്ടെ, ഈ എരിവ് കാരണം അയാൾ നാട് വിട്ടോളും. ആ ഫുഡ് ഇൻസ്പെക്ടർ ഫുഡേശ്വരൻ 4 ദിവസം നദി കിടന്ന് വെള്ളം കുടിച്ചാലേ പഴയതുപോലെ മാറുകയുള്ളൂ. ഈ പുലാവിലും കൂടെ കുറച്ച് എരിവ് ഇരിക്കട്ടെ. ഇത് കഴിക്കൂ സാർ. ഇത് ഞങ്ങൾ സാറിന് വേണ്ടി ഉണ്ടാക്കിയ പ്രത്യേക വിഭവങ്ങളാണ്. മോനെ അതിന്റെ മണം അടിച്ചപ്പോഴേക്ക് വായിൽ നിന്ന് വെള്ളം വന്നു തുടങ്ങി. ഇനി കാത്തിരിക്കാൻ വയ്യ. ഒരു മിനിറ്റ്, ഞാനൊന്ന് കഴിച്ചു നോക്കട്ടെ. മോനെ, ഈ പരിപ്പ് കൊണ്ടുണ്ടാക്കിയ കറിയിൽ ഇത്രയും മുളക് പൊടിയുടെ എന്റെ കാര്യം എന്തായിരുന്നു? സോർദാറെ, ഇതിലാരാ മുളക് പൊടി ചേർത്തത്? അതെ, ഇത് എന്ത് വിഭവമാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നേ? ഇത്രയും മുളക് പൊടിയോ? നിങ്ങൾക്ക് പറ്റിയ പണിയല്ല പാചകം. ഇനി താങ്കൾ അവർക്ക് ഫുൾ ലൈസൻസ് കൊടുക്കില്ലല്ലോ അല്ലേ? ഇല്ല കുട്ടികളെ, ഞാൻ ഉദ്ദേശിച്ചത് തരുമെന്നാണ്. കാരണം ഈ സ്പൈസി ഫുഡ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. എനിക്ക് മുളക് പൊടി വളരെ ഇഷ്ടമാണ്. വെള്ളത്തിൽ പോലും ഞാൻ കലക്കി കുടിക്കാറുണ്ടത്. മാത്രമല്ല, ഈ വണ്ടിയുടെ മുന്നിൽ നാരങ്ങയും മുളകും കെട്ടിത്തൂക്കിടാറില്ലേ, ഞാൻ അതിൽ നിന്ന് ഒരു മുളക് പറിച്ചെടുത്ത് കഴിക്കാറുണ്ട്. എനിക്ക് നിങ്ങളുടെ ഈ സ്പൈസി ഫുഡ് വളരെയധികം ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് നിങ്ങൾക്ക് തന്നെയാ ലൈസൻസ്. നോക്കി നടന്നുകൂടാ. നിന്നെ തന്നെ നോക്കിയടക്കാൻ നീ സിനിമാ നടൻ ദുൽഖർ സൽമാനൊന്നും അല്ലല്ലോ. ഒരു പച്ച പൊടി ചുവന്ന ചുണ്ടും കണ്ടു കഴിഞ്ഞ ചെടിയിലുണ്ടായ മുളക് മുരടിച്ചതുപോലെ ഉണ്ട്. ഹണി, നീ എന്താ ആലോചിച്ചോണ്ടിരുന്നേ? നിങ്ങൾ ഇങ്ങനെ നടക്കുന്നുണ്ടപ്പോ ഞാനും കൂടെ ചുമ്മാ ഇങ്ങനെ നടന്നേ ഉള്ളൂ. എന്തെങ്കിലും ആലോചിക്കണമായിരുന്നോ? അതെ, ഇന്ന് കിറ്റിയുടെ ബർത്ത്ഡേ ആണ്. അവൾക്ക് എന്ത് ഗിഫ്റ്റ് കൊടുക്കാന്നാണ് ഞാൻ ആലോചിച്ചോണ്ടിരിക്കുന്നത്. കിറ്റിയുടെ ഇഷ്ടം മാത്രം നോക്കിയാൽ മതി. നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ പോലെ ഇതുവരെ എന്നോട് എന്താ ഇഷ്ടമെന്ന് ചോദിച്ചിട്ടുണ്ടോ? പിണങ്ങാതെ വലിയ എളിയാ. നിന്റെ ഇഷ്ടം എന്താണെന്ന് വെച്ചാ പറ. കിറ്റിക്ക് ഇഷ്ടമുള്ളവരാണ് എനിക്കും ഇഷ്ടമുള്ളത്. ഹാപ്പി ബർത്ത്ഡേ കിറ്റി. ദൈവത്തിന്റെ കൃപ കൊണ്ട് കിറ്റിക്ക് ദീർഘായുസായിരിക്കട്ടെ. ഈ ലോകത്ത് നിന്ന് ആരൊക്കെ തന്നെ പോയാലും കിറ്റി മാത്രം ഈ ലോകത്ത് അലഞ്ഞു തിരിഞ്ഞ് നടക്കട്ടെ. തന്നെ തിയേറ്ററിൽ പോയി സ്വന്തം പൈസ കൊണ്ട് ടിക്കറ്റ് എടുത്ത് പടം കാണാൻ കയറിയിട്ട് ഒറ്റക്കിരുന്ന് അഭിപ്രായവും പറയാം. എന്റെ അമ്മോ, പടം അടിച്ചു പൊളിച്ചു തിമിർത്തൂന്ന്. താങ്ക് യു സോ മച്ച് ഫ്രണ്ട്സ്. പക്ഷെ ബർത്ത്ഡേ പാർട്ടി വൈകിട്ടാണല്ലോ. നിങ്ങളെന്താ നേരത്തെ വന്നത്? കിറ്റി, നീ ഒന്ന് സഹായിക്കണം. ഞങ്ങൾക്ക് സ്ലാം ബുക്ക് ഉണ്ടാക്കാനാ. അത് വെച്ച് ചോദ്യം ചോദിക്കാം. നിനക്ക് ഇഷ്ടപ്പെട്ട കളർ ഏതാ? റെഡ് അല്ലല്ല, ഗ്രീൻ അല്ലല്ല, ഓറഞ്ച്. ഇത്രയധികം നിറങ്ങൾ ഇഷ്ടമാണെന്നോ? ഇതെന്തായാലും ഒരു വല്ലാത്ത ഗിഫ്റ്റ് കൊടുക്കലായി പോകും തോന്നുന്നു. പിങ്ക് ഫൈനൽ. ഇഷ്ടപ്പെട്ട വസ്തു ഏതാ? കളിപ്പാട്ടാണോ, ഉടുപ്പാണോ, കാറാണോ? കളിപ്പാട്ടോ? കളിപ്പാട്ടങ്ങളിൽ പാവ എനിക്ക് വലിയ ഇഷ്ടമാണ്. ശരിക്കും ഒരു കയ്യിൽ അമ്പും മറ്റേ കയ്യിൽ വില്ലുള്ള പാവ എനിക്ക് വലിയ ഇഷ്ടമാണ്. മനസ്സിലായി. എന്നാ ഞങ്ങൾ പോയിട്ട് വരാം. ചെന്നിട്ട് സ്ലാം ബുക്ക് ഒന്ന് ഒട്ടിച്ചെടുക്കണം. അതിന് സ്ലാം ബുക്കിന് ഒന്നും പറ്റിയിട്ടില്ലല്ലോ. ഇതല്ല, പഴയതാണ് കീറിപ്പോയത്. അതാണ് ഒട്ടിക്കേണ്ടത്. ബൈ കൂട്ടുകാരെ, കിറ്റിക്ക് ഗിഫ്റ്റ് വാങ്ങിക്കാൻ നല്ലൊരു കട കണ്ടെത്തണം. വാ, നമുക്ക് പാവ നോക്കാം. പിങ്ക് പാവ തന്നെ വേണം. പിങ്ക് ദാ കണ്ടുപിടിച്ചു. പക്ഷെ അമ്പും ബില്ലൊന്നും കാണുന്നില്ലല്ലോ. പിങ്ക് ഇല്ലല്ലോ. നീ എന്തിനാടാ ടെലിസ്കോപ്പ് കൂടെ അന്വേഷിക്കുന്നേ? നമ്മൾ എല്ലാ സ്ഥലത്തും നോക്കിയിട്ട് കിട്ടിയില്ലല്ലോ. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ചന്ദ്രനിൽ നോക്കാന്ന്. ചിലപ്പോ കിട്ടിയാലും പറയാൻ പറ്റില്ലല്ലോ. ഒരുപക്ഷെ അതവിടെ ഉണ്ടെങ്കിലേ നമ്മൾ എങ്ങനെയാ അവിടേക്ക് പോവുക? നിങ്ങൾ സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യുന്നേ? എത്ര നാളെന്ന് വെച്ചാൽ എന്റെ പേരിൽ ഇങ്ങനെ ക്രെഡിറ്റ് വാങ്ങിക്കൊണ്ടിരിക്കുന്നേ? കിട്ടിപ്പോയി, പാവക്കുട്ടിയെ കിട്ടി. ഞാൻ കണ്ടുപിടിച്ച പാവക്കുട്ടി കിറ്റി പറഞ്ഞതുപോലെ തന്നെയാണുള്ളത്. കിറ്റി ഈ സമ്മാനം കണ്ട് വളരെയേറെ അത്ഭുതപ്പെടും. വേഗം വാ, പെട്ടെന്ന് നമുക്ക് പോയി അത് വാങ്ങിക്കാം. എന്താ നിനക്കിവിടെ കാര്യം?
കിറ്റിക്ക് എന്തായാലും ഡോൾ കൊടുക്കാൻ പോകുന്നത് ഞാൻ മാത്രമാണ്. എടാ, ഞാൻ നിങ്ങളെക്കാളും ബുദ്ധിമാനാണ്, മനസ്സിലായോ? വന്ന് വന്ന് ഈ സണ്ണിയെ കണ്ട് ഒരു രക്ഷയില്ലാതായി. ഇതേതായാലും ഇങ്ങനെ വിട്ടാ പറ്റില്ല. വേഗം പിടിക്കണം അവനെ. സണ്ണി നിക്ക്. ഓക്കേ. ഇതിന് വല്ലാത്ത ഭാരമാണല്ലോ. ഇടിച്ചടിയിൽ എന്റെ ബോധയുടെ ഷേപ്പ് തന്നെ മാറി. ഇങ്ങനെ പോയാൽ അവനെ പിടിക്കുന്നത് വളരെ പ്രയാസമാണ്. എങ്ങനെയെങ്കിലും ആ ഗിഫ്റ്റ് തിരിച്ചു വാങ്ങണം. കൂട്ടുകാരെ, ഞാനൊരു ഷോർട്ട് കട്ട് കണ്ടുപിടിച്ചിട്ടുണ്ട്. വേഗം വാ. എടാ, നിങ്ങളെന്താടാ എന്നെ ഓന്ന് വിചാരിച്ചോ? 3 പേരും കൂടെ ഒരുമിച്ച് എന്നെ പുറത്തിരിക്കുന്നത്. ഇറങ്ങടാ. ഞങ്ങളുടെ ഗിഫ്റ്റ് നീ തിരിച്ചു തരുന്നോ ഇല്ലയോ? കിറ്റിക്ക് ഗിഫ്റ്റ് ഞാൻ കൊടുക്കും. ഇത് വാങ്ങിച്ചിട്ട് അവൾ എന്നോട് താങ്ക്സും പറയും. ഞാൻ നിങ്ങൾക്ക് തരില്ല. കിറ്റിയുടെ ബർത്ത്ഡേ പാർട്ടി ഇതാ ഇപ്പൊ തുടങ്ങും. മിക്കവാറും ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ട് ഖന്ന സാർ ഒരു 5 കവിത എങ്കിലും ചൊല്ലിക്കൊടുത്ത് കാണും. നമുക്ക് ഈ ഗിഫ്റ്റ് അങ്ങ് പങ്കുവെച്ചാലോ? പെട്ടി നമുക്കെടുക്കാം. പാവ സണ്ണി എടുത്തോട്ടെ. മിണ്ടായിരിക്കടാ. ഈ പാവക്കുട്ടിയെ കിറ്റിക്ക് നമ്മൾ തന്നെ കൊടുക്കും. കൊള്ളാം. ഇവിടെ വരൂ. ബണ്ണി, സർദാർ പോപ്പട്ട്, എന്താണ് നിങ്ങളുടെ പ്രശ്നം? ഇവരോട് 3 പേരോടും ചോദിച്ചു, എന്നോട് മാത്രം ചോദിച്ചില്ല. എന്നോട് ഞാൻ എങ്ങനെ ചോദിക്കാനാ? നീ കാരണം മാത്രമേ ഇവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവാറുള്ളൂ. ഇവിടെ വരൂ, മരുന്ന് കഴിക്കൂ, വായടച്ചിട്ട് പോകാൻ നോക്കൂ. അത് പിന്നെ ഞങ്ങൾക്കല്ല, ഹണിക്കാണ് പ്രശ്നം. ഇവനോട് ചോദിച്ചപ്പോ നിങ്ങളോട് മാത്രമേ പറയൂ എന്ന് പറഞ്ഞു. പറയടാ ഹണി. ഒരുപാട് പ്രശ്നങ്ങളുണ്ട് എനിക്ക്. ഉറങ്ങുന്ന സമയത്ത് കണ്ണടഞ്ഞു പോകുന്നു, എഴുന്നേക്കുന്ന സമയത്താണെങ്കിൽ കണ്ണ് തുറക്കുന്നു. കളി കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ക്ഷീണം തോന്നുന്നു. പിന്നെ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ വിശപ്പേ തോന്നുന്നില്ല. എടാ, ഇതൊക്കെ ഒരു പ്രശ്നമാണോടാ? ഇതിനേക്കാളും വലിയ പ്രശ്നങ്ങൾ ഈ രാജ്യത്ത് എന്തുമാത്രം ഉണ്ട്. ആ പ്രശ്നങ്ങളൊക്കെ ആദ്യം തീരട്ടെ, എന്നിട്ടാവാ നിന്റെ പ്രശ്നം. ലോകത്തുള്ള എല്ലാ പ്രശ്നങ്ങളും തീർന്നു കഴിഞ്ഞാലും ഇവന്റെ പ്രശ്നം തീരുകയേയില്ല. ഒരുപക്ഷെ ഇവന്റെ പ്രശ്നം തീർന്നു കഴിഞ്ഞാൽ പിന്നെ ലോകത്ത് പ്രശ്നം ഉണ്ടാവുകയില്ല. എന്നാലും നീ ഇതുപോലൊരു ചോദ്യം ചോദിച്ച് എന്റെ മനസ്സിൽ പ്രശ്നം ഉണ്ടാക്കിയിരിക്കുക. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇവിടെ സ്ഥലം വിടാൻ നോക്കിക്കോ. പൊയ്ക്കോ. ഈ ഹണി കാരണോ ഇതൊക്കെ സംഭവിച്ചത്? ദേഷ്യം വന്നിട്ടേ വീട്ടിൽ പൊട്ടിക്കാൻ എനിക്ക് തോന്നുന്നത്. കളിപ്പ് തീരണില്ല.
ഇവൻ എന്താ ഈ പറയുന്നേ? ഔ ഇത്ര എനർജി കിട്ടിയിരിക്കുകയാണ്. എല്ലാവരും കാലം ഫാസ്റ്റ് ആയിട്ട് എനിക്ക് ഓടാൻ കഴിയും. ഔ എടാ നന്ദു, നിന്റെ അസുഖങ്ങളൊക്കെ മാറിയെന്നാ തോന്നുന്നേ. ഏ? ഇവൻ കുലിക്കല് അകത്തുള്ളതൊക്കെ കുലുങ്ങി പോയെന്നാ തോന്നുന്നത്. ഔ ഞാൻ ഔട്ട് ഓഫ് കൺട്രോൾ ആവുകയാണ്. ഈ പേപ്പർ കീറിക്കളയും, സാധനങ്ങൾ പൊട്ടിക്കും, മരം ഞാൻ പിഴുതെറിയും. ഔ എന്റെ അമ്മച്ചി, മരം ഇത്രയും പെട്ടെന്ന് വളർന്നോ? എന്ത് ചെയ്യും, എന്ത് ചെയ്യും? ഇത്രയും ശക്തി കിട്ടിയല്ലോ, ഇനി എന്ത് ചെയ്യും? ആ ഡക്ട് ചിച്ചി. ഔ ഡക്ട് ചിച്ചി. ഇതാ മോൻ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പ്രായം തോന്നാല് ടി വി ഇറങ്ങി വരാനൊന്നും പോകുന്നില്ല. അച്ഛൻ എപ്പോ നോക്കിയാലും വെറുതെ കള്ളമേ പറയാറുള്ളൂ. ലെഫ്റ്റിലേക്ക് പോവൂ. ഇല്ല, എനിക്ക് റൈറ്റിലേക്കാണ് പോകേണ്ടത്. എനർജി പോണെങ്കിലേ നീ എന്തെങ്കിലും കളി കളിക്കണം. ക്രിക്കറ്റ് കളിച്ച് എന്റെ എനർജി ഞാൻ സമർപ്പിക്കാം. ഇതാ മൂന്നാമത്തെ സ്റ്റംപ്. ഇതാണ് ബോൾ. ഇനി ഇതാ പിടിച്ചോ ബാറ്റ്. ഇനി ഇതാ പിടിച്ചോ ഷോട്ട്. എന്റെ ഭായ്, വർക്കൗട്ട് ചെയ്തില്ലെങ്കിൽ ആരും ക്ഷീണിതനായി തന്നെ ഇരിക്കാം. കറുത്തെ ജിമ്മിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി വർക്കൗട്ട് ചെയ്യിപ്പിക്കാം. ഞാനൊന്ന് വന്നേ. ജിം വർക്കൗട്ട് നല്ല ഐഡിയ തന്നെയാണ്. കൂട്ടുകാരെ, എന്നെ ഒന്ന് രക്ഷിക്കടാ വേഗം. അതെ, നിനക്ക് വേണ്ടിട്ട് ചെറിയ ഒരു ടെമ്പിൾ എന്നാ പിടിച്ചോ. കൊള്ളാം. അടിപൊളി അടിപൊളി, നന്നായിട്ടുണ്ട്. എന്റെ ഭായ്, എന്റെ ജിമ്മിനകത്ത് തെർമോകോൾ ടെമ്പിൾസ് ആരാണ് കൊണ്ടുവന്ന് വെച്ചതാ? മതിയായി, ഇത് വേണ്ട, ഇത് ചെയ്യാം. ടച്ച് കടിച്ച് ടച്ച് കടിച്ച്. എന്താ ഇത്? നിനക്കൊരു ജോലിയുണ്ട്. ജോലി? അത് കൊള്ളാം. എന്റെ എനർജി തീർന്നു കിട്ടും. വരൂ.
കറുത്തെ അവരുടെ ക്രെയിൻ റിപ്പയർ ആയിരിക്കുക. ഈ കിടക്കുന്ന സാധനങ്ങളെല്ലാം മുകളിൽ കൊണ്ട് വെക്കണം. കറുത്ത എല്ലാ ജോലിയും ചെയ്ത് തീർക്കും. ഓടിക്കോ, കുറച്ചും കൂടി സ്പീഡിൽ ഓടാൻ നോക്കേ. അത് ശരിയാ, നീ പറഞ്ഞത് ശരിയാണ്. തൽക്കാലം നീ ഇവിടെ നിക്കേ. നീ എന്നെ പിടിച്ചു നിർത്തോ? അതിനെ പിടിച്ചു നിർത്തിയല്ലോ. താനിനി വേഗം പൊക്കോ, ഇല്ലെങ്കിൽ ഹണിച്ചേട്ടൻ നിന്ന് ഇടി വാങ്ങും. അല്ല, ഞാൻ എന്തിനാ ഇടിക്കുന്നേ? ഇവൻ എന്നെ ശല്യപ്പെടുത്തുന്നുണ്ട്, കളിക്കാനൊന്നും സമ്മതിക്കുന്നില്ല. അതുകൊണ്ട് ചേട്ടൻ ഇവനെ ഇടിച്ച് പപ്പടാക്കണം. ഇവൻ എന്നെ ഇടിക്കുന്നാണോ? എങ്ങനെയുണ്ടായിരുന്നു മോനെ? എന്റെ ഹണിച്ചേട്ടനെ കളിയാക്കുന്നോടാ. അത് ശരി, ഇവൻ എന്നെ കളിയാക്കിയതാണ് അപ്പോ. ഇപ്പൊ എങ്ങനെയുണ്ട്? നിക്കടാ, നിനക്കുള്ള പണി ഞാൻ ഇപ്പൊ തന്നെ തരാം. നിന്നെ ഞാൻ വെറുതെ വിടില്ലടാ. ഇന്ന് നിന്റെ കാര്യം പോക്ക. എന്തുവാടേ കാണിക്കുന്നേ? ഒരു പൂച്ചയായിട്ട് പോലും മറ്റൊരു പൂച്ച ഇങ്ങനെ പട്ടിയെ പോലെ തല്ലാമോ? അതിന് നീ പൂച്ചയല്ലല്ലോ, പൂച്ചയുടെ രൂപത്തിലുള്ള റൗഡിയല്ലേ. ഇവിടെ ഓടി രക്ഷപ്പെടുത്തുന്നതാ നല്ലത്. അല്ലെങ്കിൽ ഇവന്റെ കയ്യിൽ നിന്ന് ഇനിയും ഞാൻ ഒരുപാട് വാങ്ങിച്ചു കൂട്ടും. അല്ല, നിനക്കിവിടെ എന്താണ് കാര്യം? അത് പിന്നെ ഒരു പൂച്ച ഇവളെ പിടിക്കാൻ ഇവളുടെ പുറകെ കൂടിയായിരുന്നു. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വീട്ടിൽ കളിച്ചാൽ മതിയെന്ന്. ഇന്നെന്തായാലും ഹണി കുറച്ച് ബുദ്ധി ഉപയോഗിക്കുന്നല്ലോ, സംശയമുണ്ടോ? അതെ, ഞാൻ വളരുന്നതിനനുസരിച്ചേ എന്റെ ബുദ്ധിയും കുറേശ്ശായിട്ട് വളർന്നു വരുന്നുണ്ട്. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ തോന്നുന്നത്. ഹായ്. ഹായ് ചേട്ടന്മാരെ. ഹായ്. ഇവൻ എപ്പോഴും എന്നെ ഇങ്ങനെ കളിയാക്കാറുണ്ട്. സോറി ബണ്ണി ചേട്ടാ, സോറി. ഇതെന്താ അങ്കണവാടി വലുതുമാണോ? ഹണിച്ചേട്ടൻ ഞങ്ങളോട് പറഞ്ഞിരുന്നു നിങ്ങൾക്ക് കളിക്കണമെങ്കിൽ ഇങ്ങോട്ട് വന്നോളാൻ. അതുകൊണ്ട് ഞങ്ങളുടെ കൂട്ടുകാരോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട്. എന്തെങ്കിലും കഴിക്കാനുണ്ടാക്കി തരോ സോറിദാറേട്ടാ? ഇവരുടെ ഈ കളിയാണ് നല്ല രസമുണ്ട്. എല്ലാരും നമ്മളെ ചേട്ടാ ചേട്ടാന്ന് വിളിക്കുന്ന കേട്ടില്ലേ? ചേട്ടാന്ന് വിളിക്കുന്നതിന് മുമ്പ് ഒരു വാക്ക് പറഞ്ഞായിരുന്നു, അത് കേട്ടായിരുന്നോ? കുഴപ്പമില്ല പോപ്പട്ടെ, അവര് കുട്ടികളല്ലേ. ഞാൻ ഇവർക്ക് വേണ്ടി പക്കോട ഉണ്ടാക്കാം. രക്ഷിക്കണേ, അയ്യോ. കൊച്ചലിയ, നിനക്കൊന്നും പറ്റിയില്ലല്ലോ അല്ലേ? ഈ ഭൂമി എന്താ ഇങ്ങനെ കിടന്ന് കുലുങ്ങുന്നേ? ഇവരുടെ കളികളൊക്കെ തീരുന്നത് വരെ ഇവിടെ എങ്ങനെ ഒളിച്ചിരിക്കുന്നതാ നല്ലത്. സംശയമുണ്ടോ? എനിക്കിട്ട് എന്തോ ഒരു പണി വരാൻ പോകുന്ന പോലൊരു തോന്നല്. എന്താണോ എന്തോ സംശയമുണ്ടോ?
എടാ കഴുതേ, നീ എന്ത് പണിയാടാ കാണിച്ചു വെച്ചേ? ഞാനൊരു പണിയും ചെയ്തില്ല കൊച്ചളിയ. വേണമെങ്കിൽ നമ്മുടെ വീട്ടിലൊന്ന് കളിച്ചോളെന്നെ പറഞ്ഞുള്ളൂ. വേണ്ട, വീട്ടിനകത്ത് കളിക്കരുത്. ആഹാ രക്ഷപ്പെട്ടു. അയ്യോ, താഴെ വീഴും. അത് കൊരങ്ങന്റെ കുട്ടിയല്ലേ, അതിന് അങ്ങോട്ടും ഇങ്ങോട്ടും ചാടിക്കളിച്ച് പരിചയമുള്ളതാ. അത് വീഴൊന്നുമില്ല. കഴുതേ, ഫാനിന്റെ കാര്യം ഞാൻ പറഞ്ഞേ. പക്കോട തയ്യാറാണ്. അയ്യോ, എന്താ ഈ ചെയ്യുന്നത്? പക്കോട താഴെ വീഴും. നിങ്ങൾ 4 പേരും ചേർന്ന് ഞങ്ങളുടെ മക്കളെ എത്ര നന്നായാ നോക്കിയത്. വെരി ഗുഡ്. ഒരു 2 ബക്കറ്റ് റോസ് മിൽക്ക് വേണം. പിന്നെ എനിക്ക് വേണ്ടി ഒരു ഷാർജ ഷേക്ക്. അതിനിപ്പോ ഷാർജയിൽ പോണ്ടേ നമ്മളെ? അയ്യോ, ഷാർജയിലൊന്നും പോവണ്ട. ഇവിടെ ഷാർജ ഷേക്ക് ഉണ്ടാക്കിയത് കാണിച്ചേട്ടോ. ഇവര് ചേട്ടന്ന് വിളിക്കുമ്പോണ്ടല്ലോ മനസ്സിന് വല്ലാത്തൊരു സന്തോഷം തോന്നുന്നുണ്ട്.